ഹലോ ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ വീട്ടിൽ ഇതാ ഇതുപോലെ വെറുതെ കിടക്കുന്ന പഴയ ഡ്രസ്സുകൾ ഉണ്ടാവും. വലിയ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടുണ്ടാവില്ല, എന്നാൽ നമ്മളൊന്നും യൂസ് ചെയ്യാതെ വെറുതെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 2 ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്നൊരു സ്കേർട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതൊരു പഴയ കുർത്തയാണ്. ക്രേപ്പ് മെറ്റീരിയൽ പ്രിന്റ് വർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ്. അതുപോലെ ഇതൊരു ജെൻസിന്റെ ഷർട്ടാണ്. അപ്പോൾ ഈ 2 ഡ്രസ്സ് കൂടി ചേർത്തിട്ട് ഇന്ന് ഞാൻ ഒരു സ്കേർട്ട് ഉണ്ടാക്കുകയാണ്. അത് നമ്മുടെ മക്കൾക്ക് ഡെയിലി യൂസിന് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കേർട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അത് ഷർട്ട് ഞാനിവിടെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു കോളറിന്റെ ഈ ഒരു ഭാഗത്തുനിന്ന് മേലേക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അതുപോലെ ഈ സ്ലീവും ഈ ഒരു പാർട്ടൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. ഇത് സ്കേർട്ടിന്റെ മേൽവശത്തേക്കുള്ളതാണ്. നമുക്ക് 2 വശവും ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വരുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു പോയിന്റിലേക്ക് സ്ലോപ്പ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിന്റെ താഴ്വശം കൂടെ ഒന്ന് ലെവലാക്കണം. കാരണം ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു വളഞ്ഞ് ആണ് കിടക്കുന്നത്. അപ്പൊ അതൊന്ന് ലെവലാക്കി കൊടുക്കാം. ഈ താഴ്വശത്താണ് നമ്മൾ കുർത്തന്റെ പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഞൊറി വിട്ടിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാനെന്താ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പോക്കറ്റ് ഒഴിവാക്കുന്നില്ല. സ്കേർട്ടിൽ പോക്കറ്റ് ഉണ്ടാകുന്നത് അതൊരു ഭംഗിയുമാണ്, യൂസ്ഫുള്ളും ആയിരിക്കും. അതിന് നമുക്ക് ടോപ്പിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അത് കുറച്ച് പഴയ ടോപ്പാണ്. പക്ഷെ ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒന്നും പറ്റൂല ഇതിന്. അതുപോലെ കളറൊന്നും ഫെയ്ഡ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഒഴിവാക്കിയെടുക്കാം. എന്താ ലൈനിങ് വരുന്ന ടോപ്പാണ്. അപ്പൊ ലൈനിങ് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ നല്ല വശം മാത്രമാണ് എടുക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ ലൈനിങ്ങും ഒഴിവായി കിട്ടും. ഞാനിതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ലൈനിങ് ഒഴിവാക്കാം. ഈ 2 പീസ് ഒന്ന് ഒരേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുർത്തയുടെ താഴ്വശം കുറച്ച് വീതി കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കട്ട് ചെയ്തിട്ട് ഒരേ ലെവലിലാക്കി എടുക്കാം. അതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് എൻ്റെ ലെങ്ത്തും വീതിയൊക്കെ ഒരേ ലെവലിലാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഹാഫ് ആക്കി കൊടുക്കാം. 18 ഇതിന്റെ വശങ്ങൾ ഒന്ന് ഇതുപോലെ മടക്കി ഇനി ഈ സെന്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ 4 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സ്കേർട്ടിന്റെ വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് ഈ കുർത്തിയുടെ സ്ലീവ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് മാക്സിമം ലെങ്ത്തിൽ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് ലെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ 2 സ്ലീവും കട്ട് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുർത്തിയുടെ സ്ലീവിന്ന് വേസ്റ്റ് ബാൻഡിനുള്ള ഈ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്കേർട്ടിന്റെ വേസ്റ്റ് ബാൻഡിന് അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു ലെങ്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതാണ് ഷർട്ടിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സ്കേർട്ടിന്റെ മേൽഭാഗത്തേക്കുള്ളതാണ്. അതുപോലെ ഇത് കുർത്തന്റെ സ്ലീവ് കട്ട് ചെയ്തിട്ട് വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണ്. ഇത് കുർത്തയുടെ ബാക്കി ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഈ താഴ്വശത്തായിട്ട് ഇങ്ങനെ ഞൊറി വിട്ടിട്ട് യോജിപ്പിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിതിന്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം ഞാനിവിടെ ഈ ബട്ടൺസിന്റെ സൈഡില്ലേ ഈ ഒരു പ്ലാക്കറ്റ് വരുന്നത്, ഇതിന്റെ 2 വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ ഈ പ്ലാക്കറ്റിന്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് വശം കൂടെ ഈ ഫ്രണ്ട് പാർട്ടിന്റെ മേലേക്ക് 2ന്റെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ അത് രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഓവർലോക്കും കൂടെ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വേസ്റ്റ് ബാൻഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 പീസാണ്. ആദ്യം ഇതിൻ്റെ സൈഡുകളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബാൻഡ് ഇവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മടക്കി ബെൽറ്റുമായിട്ട് ഈ ഒരു സ്കേർട്ടുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ നല്ല വശം ഒന്ന് മറിച്ചെടുക്കുകയാണ്. ഇത് നല്ല വശത്തേക്ക് ബെൽറ്റിൻ്റെ എൻഡ് ഒന്ന് ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ചിലേക്ക് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇത് തയ്ച്ചു വരുന്ന അവസാനം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അതിലേക്കൂടെയാണ് നമുക്ക് ഇലാസ്റ്റിക് കയറ്റിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ താഴ്വശത്തേക്ക് ഈ ഒരു പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ 4 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ 3 പീസ് ഞാൻ ഇതുപോലെ ചേർത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. 4 പീസ് എടുക്കുന്നില്ല, 3 പീസ് മതി. 4 ഒരുപാട് പ്ലീറ്റ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ 4 പാർട്ടും എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ഫ്ലയേഴ്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സ്കേർട്ടിൻ്റെ അടിഭാഗത്തേക്കായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഈ നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഇതായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഹോളിലൂടെ ഇലാസ്റ്റിക് കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് ഇലാസ്റ്റിക് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് മാറ്റിയിട്ട് ഞാനിവിടെ ഷോ ബട്ടൺസ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാതെ കിടക്കുന്ന പഴയ ഡ്രസ്സുകൾ, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഡെയിലി യൂസിന് പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.